അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥിതനാഥാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവേ, സ്തുതിതൻ സ്തുലമഹിമാവാൻ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവേ, നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തിന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപി നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നാഥനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കൻ അതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാവേ, നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ.
സ്വർഗസ്ഥിതനാഥാനിൻ സ്തുതി തൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ, പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്വത്തിനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരശനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യം സ്തുത്യർഹൻ. ചിതറിയൊരിസ്രയേൽ ജനപതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നു സ്വയം നഗരിയവൻ, കരുണാവാരിധിയവനല്ലോ. ജനരാശികളുടെ മധ്യേന നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിനു മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. സാധനും അതുപോലാത്മജനും റോഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽ എന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. തുടർന്ന് വരുന്ന ശ്ലീവാചുംബന ശുശ്രൂഷ. ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് ശ്ലീവായെ സമീപിക്കാം. അവിടുത്തെ ദിവ്യരഹസ്യങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഹൃദയത്തിലും നമുക്ക് സ്വീകരിക്കാം.
സ്ലീവ നമ്മുടെ രക്ഷയുടെ നിറഞ്ഞ സാന്നിധ്യമാണ്, തിന്മയിൽ നിന്നുള്ള സംരക്ഷണമാണ്, പ്രലോഭനങ്ങളിൽ നമ്മുടെ ശക്തിയാണ്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും അവിടുത്തെ പീഡാനുഭവം മരണോത്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ലീവായിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ സ്ലീവായെ പ്രാർത്ഥനാപൂർവം നമുക്ക് വണങ്ങാം. മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ സംപൂജ്യമായ ത്രോണോസിൻ്റെയും സ്തുതിർഹമായ സിംഹാസനത്തിൻ്റെയും സ്നേഹ ചൈതന്യം തുളുമ്പുന്ന ഭയഭക്തിജനകമായ പീഠത്തിൻ്റെയും മുമ്പാകെ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് സ്നേഹപൂർവ്വം സ്ഥാപിച്ച് പൗത്രീകരിക്കുന്ന മധുബഹയുടെ മുമ്പിൽ നിത്യമഹത്വം കുടികൊള്ളുന്ന തിരുസന്നിധാനത്തിങ്കിൽ ക്രോവേന്മാരുടെ ആയിരങ്ങൾ ഹല്ലേലൂയ പാടുന്നു. ശ്രാപ്പന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും 10,000 പരിശുദ്ധനെന്ന് പ്രകീർത്തിക്കുന്നു. അവരോട് ചേർന്നങ്ങയുടെ മെച്ചിൽ സ്ഥലത്തേജകണമായ ഞങ്ങൾ അങ്ങേക്ക് നിരന്തരം സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നാഥനിലെന്നും നമ്മുടെ ഹൃദയം ആനന്ദിച്ചിടും. ശ്രീവാ നമ്മൾ എന്നും നന്മകൾക്കും ഉറവിടമാ. രക്ഷിതമായതു വഴിയായി മധ്യഗണം കർത്താവേ. കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയേഴും കോട്ടയുമാ. ദുഷ്ടനെയും അവൻ കെണികളും അതുവഴി നാം തോൽപ്പിച്ചിടട്ടെ. ശരണം ഞങ്ങൾ തേടിയിടുന്നു തിരുനാമത്തിൽ. ശ്രീവാ നമ്മൾക്കെന്നും നന്മകൾക്കും ഉറവിടമാ. രക്ഷിതമായതു വഴിയായി മധ്യഗണം കർത്താവേ. കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയേറും കോട്ടയുമാ. ദുഷ്ടനെയും അവൻ കെണികളും അതുവഴി നാം തോൽപ്പിച്ചിടട്ടെ. താതരും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും. രക്ഷകനാം മിശിഹായി കനിവോടു നീ തിരുസഭയെ പാവനമാക്കണമേ. നിൻ മഹിമയ്ക്കായി അർപ്പിതമാ. ദൈവാലയമതിലങ്ങേ കാരുണ്യം ചൊരിയണമേ. സുസ്ഥിരമാക്കണമതിൽ നിൻ ബലിപീഠം തിരുമേയും. നിലവുമതിൽ പരികർമ്മം ചെയ്യുന്നു ആഘോഷമോടെ. ആദിമുതൽക്കേ എന്നേക്കും ആമേൻ ആമേൻ. ചോദിപ്പോർക്കു ലഭിക്കും, തേടുന്നോർ കണ്ടെത്തും. കരുണയുടെ വന്ദാസരോട് ചെയ്ത കർത്താവേ, ജീവിതവീഥികളിൽ തിരുവിഷ്ടം നിറവേറ്റാൻ ആവശ്യകമാം കഴിവും തുണയുമിവർ യാചിക്കുന്നു.
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെ നാഥായ നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങയ്ക്ക് നന്ദി പറയുന്ന ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപന കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയും ഏകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഉയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ.
എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുസ്ഥിരനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിക്കണമേ. തൻ്റെ പ്രബോധനത്തിൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിനെ നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാവട്ടെ. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ. ചൂളയുടെ ചുറ്റും നിലയുറപ്പിച്ച കൽദായരെ അത് ദഹിപ്പിച്ചു കളഞ്ഞു. അസറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിന് ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടി അകറ്റി. ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി. അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല. അത് അവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. അപ്പോൾ അവർ മൂവരും ഏക മനസ്സായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അത് എക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരരെ, നടപടി പുസ്തകം എന്നുള്ള വായന. സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. ക്രീനേക്കാരും അലക്സാണ്ട്രിയക്കാരും കീലാക്കിയിലും ഏഷ്യയിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നതും സ്വതന്ത്രന്മാരുടെ സിനഗോഗ് എന്നറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു. എന്നാൽ അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു, അവൻ മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു. അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജ്ഞരെയും ഇളക്കുകയും അവരെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനുമെതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. നസ്രായനായ യേശു
ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ കേട്ടു. സംഘത്തിലുണ്ടായിരുന്നവൻ അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു. ദൈവമായ കർത്താവിനെ സ്തുതി. ശൂറായി ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. അമ്പരമനവരതും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിന്നു ധാനത്തിൻ നിർമ്മലമാകും മനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. മഹിമാവല്ലോ വാനിലും ഊഴിയിലും തിങ്ങി വിളങ്ങുന്നു. വിടുത്തേ മുകളുര ചെയ്യുന്നു. പിതാവിനും സുതനും റുഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സകലേശ്വരനാം ദൈവം ഭൂവിനുടയും രാജമഹേശൻ തന്റെ സ്നേഹവിരുന്നിൻ ക്ഷണമുള്ളോര് വരുവിൻ നിങ്ങൾ. പരിശോധിത്തിൻ്റെകം സുവിശേഷത്തിൻ ദിവ്യപ്രഭയിൽ നിങ്ങൾ ശുചിയാക്കീടിൻ ഭൗതിക ചിന്ത സരണികളെല്ലാം. ദൈവികരാജ്യം നേടാൻ ഹൃദയതലങ്ങൾ ശുചിയാക്കിടുവിൻ ചേലിൽ ശിശുവിനു തുല്യം നിർമ്മലരായി തീരുക വീണ്ടും. ദൈവാത്മാവിൻ ഗീതം ചൊരിയുകയല്ലോ ദൈവികരാജ്യം കാതിൽ. ശാശ്വത ഭാഗ്യം നിറയും വഴികൾ വെളിവാക്കുന്നു. ഇസ്രായേലിൻ തീക്ഷ്ണൻ ശാവോലിനയ നാഥൻ പരിചിൽ നേടി തിരുസഭ തന്നിൽ തീക്ഷ്ണതയേറും മാതൃക നൽകാം. ശാവോലെന്നാൾ യൂതൻ നിയമം ചാർത്തും തിരശീലകളാലന്ധൻ മിശിഹായവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. ഹെബ്രായർക്കായി സ്നേഹ എഴുതിയ കർത്താൻ നമ്മയുമിപ്പോൾ മോദാൽ ദൈവിക ദൗത്യം അറിയിപ്പതു നാം കേൾക്കുകയുക്തം. സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം ഗുരുവാശ്രദ്ധിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. വിശ്വാസം മൂലം ആബേൽ കായേൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു. അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു. അവൻ സമർപ്പിച്ച കാഴ്ചകളെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി. അവൻ മരിച്ചെങ്കിലും തൻ്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു. വിശ്വാസം മൂലം ഹേനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു. ദൈവം അവനെ സംവഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വാസം മൂലമാണ് നോഹ അന്ന് വരെ കാണപ്പെടാതിരുന്നവയെപ്പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത്. ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്തിൽ നിന്നുളവാകുന്ന നീതിയുടെ അവകാശിയാവുകയും ചെയ്തു. വിശ്വാസം മൂലം അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്.
വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു. അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയ പാടിയിടും ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്നതാരിൽ വന്നിറഞ്ഞു കുളിർത്തിടും. ഹല്ലേലൂയ പാടിയിടും ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമധുവാനാനതൊഴു കീഴേ പൂരിതരാന്തവി തന്തൂലിക പൂരിനാവിപ്പോ. ഹല്ലേലൂയ പാടിയിടും ഹല്ലേലൂയ ഹല്ലേലൂയ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിരട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടും ഹല്ലേലൂയ ഹല്ലേലൂയ. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുലരക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യോദയ സഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാനെ ഫേസൂസിൽ നാഥാ ജനതരീ ഗ്രന്ഥം ധ്യാനിപ്പോ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. ദൈവമേ, അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞാൻ ആഗ്രഹിച്ചു. സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാനെ ഫേസൂസിൽ നാഥാ ജനതരീ ഗ്രന്ഥം ധ്യാനിപ്പോ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എഴുതി നരകുലരക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ
സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയസഭയിൽ മത്തായി മർക്കോസിലെ ജനതയ്ക്കായി ലൂക്കായി ജീപ്പിലെ സഭയിൽ യോഹന്നാനെ ഫേസൂസിൽ നാഥാജനതരീ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവുമുയരും പകരും മൊഴികൾ മോദാൻ. ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേകി ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവവചനം കേൾക്കിലൊളിക്കും സാത്താൻ. ബാധകളേതും ഭീതിയോടുടനെ ഒഴിവായിടും. പ്രഭവിതറിയിടും ദീപം ജീവൻ തന്റെ ഈ സദ്വചനം പാരിൽ. വിധിയാളനെ ഈ വചനം സുതര വെളിവാക്കുന്നു. വിത്തു വിതയ്ക്കും നാഥൻ തിരുവചനത്തിൻ വിത്തു വിതയ്ക്കാൻ വന്നു. വയലിനു പകരം ഹൃദയനിലങ്ങൾ നൽകുക നിങ്ങൾ. നാഥൻ മൊഴിയും നാദം ഭാഗ്യവുമുയരും കരുണയും ഉലകിൽ തൂകും. ശരണവും മനുഷ്യൻ കൃപയുമിതേകും മനുജനു ബോധാ. ആശ്രിതരെയാനാഥൻ കൈവെടിയില്ല കാത്തരുളിയിടം നിത്യം. പാപാങ്കിതരാ അവരിലൊരാളും ഹൃദയടയില്ല. ദൈവകുമാരൻ ഭൂവിൽ മാനവനായി തിരുവവതാരം ചെയ്തു. കന്യകയിൽ നിന്നവനൊരു നാൾ ജാതനുമായി. റൂഹായേ നാഥൻ ശിഷ്യർക്കേകി ശിക്ഷണമേകി ചേലിൽ. ശിക്ഷണമേകാൻ സദയമയച്ചു ദിശകളിലെല്ലാം. സ്വർഗം പോകാൻ പോരും വാലിനിതല്ലോ വഴിയുമിതല്ലോ
സുവിശേഷകനാമ താൻ അനുഭവമധുരം വിവരിക്കുന്നു കേൾക്കാൻ ചെവിയുള്ളവനു കേട്ടു ഫലങ്ങൾ നൽകിയിടട്ടെ. ശബ്ദം കേൾക്കി ജീവൻ വീഴും സ്വർഗം പോകും ചേലിൽ ഇതു നിരസിക്കിൽ ജീവിപ്പവരും മൃതരാത്തീരും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങളെന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളെല്ലാം നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. ഗുരുനാഥനെ അവർ ബേൽസെബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുറമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെ ശരീരത്തെ നരകത്തിനിരയാക്കാൻ കഴിയുന്നവരെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള സന്യാസ സഹോദരിമാരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രത്യേകമായ ഒരു ധ്യാനാവസരത്തിലാണ് നാം ഓരോരുത്തരും. ഇന്ന് സഭ, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിൽ സീറോ മലബാർ സഭ സകല വിശുദ്ധരെയും അനുസ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് സഭയിലെ രക്തസാക്ഷികളുടെ തിരുനാളായിട്ട് നാം ആഘോഷിക്കുകയാണ്. ഉയർപ്പിന് ശേഷം വരുന്ന ആദ്യ വെള്ളി
സകല വിശുദ്ധരും ഈശോയോടൊപ്പം ഉത്ഥിതരായി സ്വർഗത്തിൽ പിതാവിനോടൊപ്പം സന്തോഷിക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയിൽ ഈ വെള്ളിയാഴ്ച അബ്സ്റ്റിനൻസ് ഇല്ലാത്ത ദിവസമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമുക്ക് പ്രത്യേകമായും ഈശോയോടൊപ്പം സ്വർഗത്തിലിരിക്കുന്ന വിശുദ്ധരെ, രക്തസാക്ഷികളെ, ദൈവത്തെ ഈ ലോകത്തിൽ വെച്ച് നിറയെ ആവോളം സ്നേഹിച്ചു അവന് വേണ്ടി ജീവൻ വെടിഞ്ഞ ആ രക്തസാക്ഷികളെ സ്നേഹപൂർവ്വം ഓർക്കാം. അവർ എല്ലാ കാലവും നമ്മോട് പറയുന്ന സന്ദേശം ഈ ലോകത്തിൽ ഈശോയെ സ്നേഹിക്കുക, ജീവൻ ത്യജിച്ചു പോലും അവനെ സ്നേഹിക്കുക എന്നുള്ള സന്ദേശം തന്നെയാണ്. ഇന്ന് കുർബാന അർപ്പിക്കുമ്പം നമുക്ക് സ്നേഹത്തോടെ ആ മരണത്തിൻ്റെ മുഖാമുഖത്ത് നിൽക്കുന്ന വിശ്വാസത്തിൽ നമുക്ക് സഹോദരരായിരിക്കുന്ന മധ്യപൂർവ്വ ദേശത്തിലുള്ള, പ്രത്യേകിച്ച് സിറിയയിലും ഈജിപ്തിലും ലിബിയയിലും ഇറാഖിലുമൊക്കെയുള്ള സഹോദരങ്ങളെ സ്നേഹപൂർവ്വം ഓർക്കാം. വാൾമുനയുടെ മുമ്പിലാണ് അവർ. പീഡാനുഭവത്തിൻ്റെ കഷ്ടതകളുടെയും നടുവിലാണ് അവർ. എങ്ങോട്ടേക്ക് പോകും? ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഉപേക്ഷിച്ച് ഇന്ന് സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ അവൻ്റെ നാമത്തെ പ്രതി അവർ രക്ഷപ്പെടുകയാണ്. അങ്ങനെ സഹിക്കുന്ന ആ സഹോദരങ്ങൾ ഈ ദിവസവും എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളാണ് ശ്വാസം കിട്ടാൻ വേണ്ടി പെടഞ്ഞ് മരിക്കുന്ന വീഡിയോ ചിത്രങ്ങളുമൊക്കെ നാം കാണുകയാണ്. മരണത്തിൻ്റെ തീരത്ത് എന്ന് ജീവൻ വെടിയുമെന്ന് കാതോർത്തിരിക്കുന്ന ടോം മുഴുന്നാലച്ഛനെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. അങ്ങനെ പീഡാനുഭവങ്ങളുടെയും കുരിശുമരണങ്ങളുടെയും തീവ്രത ഓരോ നിമിഷവും അനുഭവിക്കുന്ന ആ സഹോദരങ്ങൾ, നാം സ്വാതന്ത്ര്യത്തോടെ ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, ഭയമില്ലാതെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ, ഭയത്തോടെ ഓശാന ഞായറാഴ്ചയും ഈജിപ്തിൽ ഒരു ദേവാലയം ആക്രമിക്കപ്പെട്ടു, ധാരാളം ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. നമുക്കവരെല്ലാം ഉള്ളം കയ്യിൽ നിർത്തിക്കൊണ്ട് ഹൃദയം കൊണ്ട് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ സ്നേഹത്തിന് വേണ്ടി, ദൈവസ്നേഹത്തെ പ്രതി സമ്പൂർണമായി സമർപ്പിക്കുന്നതിനുള്ള വലിയ കൃപ ധാരാളം അവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത കാലത്തൊരു ക്രൈസ്തവ കത്തോലിക്ക പുരോഹിതനും അകത്തോലിക്ക പുരോഹിതനും ISS ഭീകരരുടെ കയ്യിൽപ്പെട്ടപ്പോൾ ഇറാഖിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ചങ്ങനാശ്ശേരി ഉദക്കനായ ഇറാഖിലെ വത്തിക്കാൻ എംബസിയിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛൻ പറഞ്ഞ സംഭവമാണ്. ആ ഭീകരരുടെ നടുവിൽ വിശ്വാസം ഉപേക്ഷിക്കാൻ രണ്ട് പുരോഹിതരോടും അവർ പറയുക, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ തള്ളിപ്പറയുക, ഞങ്ങൾ പറയുന്ന ആ വിശ്വാസം സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലപ്പെടും. ജീവനെ ഭയന്ന് കുടുംബമൊക്കെയുള്ള കത്തോലിക്ക പുരോഹിതൻ പെട്ടെന്ന് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ആ വിശ്വാസം ഏറ്റുപറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കത്തോലിക്ക പുരോഹിതൻ അയാളെ ശാസിച്ചു, അല്പായുസ്സിനു വേണ്ടി എന്തിനാണ് ദൈവത്തെ തള്ളിപ്പറയുന്നത്? നാം വിശ്വസിച്ച ആ ഭീകരരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അപ്രകാരം ആ പുരോഹിതൻ മറ്റേ പുരോഹിതനെ ശകാരിച്ചു. ആ നിമിഷം തന്നെ കത്തോലിക്ക പുരോഹിതനെ വധിക്കുകയും അതിനുശേഷം അല്പനേരം കഴിഞ്ഞപ്പോൾ ഭീകരർ മുഖം മൂടി ധരിച്ചവർ, നിങ്ങൾ വിശ്വസിച്ച് ഈ കാലം അത്രയും ഏറ്റുപറഞ്ഞ ദൈവത്തെ ഒരു നിമിഷം കൊണ്ട് ഒരു വാൾമുനയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഏറ്റുപറയുന്ന വിശ്വാസം നിങ്ങൾ ഉപേക്ഷിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും വധിച്ച ഒരു സംഭവം പങ്കുവയ്ക്കുകയുണ്ടായി. രക്തസാക്ഷികൾ വിശ്വാസത്തിന് വേണ്ടി ഈശോയെ പ്രതി ഇന്നും ധാരാളം പേര് രക്തസാക്ഷികളാവുകയാണ്. അവരെല്ലാം നമ്മോട് പറയുന്ന ദൈവത്തെ സ്നേഹിക്കുക, സമ്പൂർണ്ണമായിട്ട് സ്നേഹിക്കുക. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമ്മോട് ആവർത്തിച്ച് പറയുന്നത് അതുതന്നെയല്ലേ, ദൈവത്തെ സ്നേഹിക്കുക,
സ്നേഹത്തിൻ്റെ നിറവിൽ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക്. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പരമമായ ആഘോഷത്തിൻ്റെ വേളയിലാണ് നാം. ഒന്നാം ഗഹാന്ത പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവേ, തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി ഈ ദിവ്യരഹസ്യങ്ങളിൽ അങ്ങേ കാണുന്നതിനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തികഞ്ഞ സ്നേഹം, ഉറച്ച വിശ്വാസം. നാം ഉത്ഥാനത്തിൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ധ്യാനിച്ച വ്യക്തികളിലൊന്നാണ് മഗ്ദലയിലെ മറിയം. അതിരാവിലെ എഴുന്നേറ്റ് കല്ലറയെങ്കൽ യഥാർത്ഥത്തിൽ വിശ്വാസാനുഭവത്തിലേക്ക് അവൾ കടന്നു വരുന്നതിന് മുമ്പ് ഈ സ്നേഹത്തിൻ്റെ തീവ്രതയാണ് കുരിശൻ ചുവട്ടിൽ. പിന്നീട് അതിരാവിലെ കല്ലറയെങ്കിലേക്കും അപ്പസ്തോലന്മാരെക്കാൾ അവർക്ക് പ്രത്യേകമായ സമ്മാനം ദൈവം, ആദ്യ ദർശനം. അവരിലൂടെ അപ്പസ്തോലന്മാരിലേക്ക് സ്നേഹത്തിന് നൽകുന്ന സമ്മാനമാണിതെന്നൊക്കെ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ച വിഷയം തന്നെയാണ്. അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാന അനുഭവം യഥാർത്ഥത്തിൽ ആ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ നിന്നുകൊണ്ട് കുർബാനയിൽ പങ്കുചേരുമ്പോൾ വിശ്വാസത്തിൻ്റെ ആ കൃപകൾ നമ്മിലേക്ക് ഒഴുക്കപ്പെടും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കുർബാനയിടയിലൊക്കെ ഹൃദയം കൊണ്ട്, ഹൃദയ വയലുകൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കും. ഹൃദയം കൊണ്ട്, എല്ലാ ഹൃദയം കൊണ്ട് എന്ന് പറയുകയാണ്. നമുക്ക് അദൃശ്യമായ യാഥാർത്ഥ്യമല്ല കുർബാനയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ ശരീരത്തിൻ്റെ അടയാളമെന്നല്ല അവിടുന്ന് പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാണ്. അങ്ങനെയുള്ള ഈശോയെ മഗ്ദലയിലെ ആ പാവം സ്ത്രീയെപ്പോലെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചാൽ വിശ്വാസത്തിൻ്റെ നിറവ് നമുക്ക് ലഭിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ പഴയ നിയമത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ട ഹെബ്രായർ 11 മുഴുവൻ വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്ന്, വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് വന്ന, സ്നേഹാനുഭവത്തിലേക്ക് വന്ന ആളുകളെ അനുസ്മരിക്കുകയാണ്. നാം ധ്യാനിക്കുന്ന അധ്യായം തന്നെയാണ് അബ്രാഹത്തിൻ്റെ തൻ്റെ പുത്രനെ പോലും സമർപ്പിക്കുന്നതിന് വേണ്ടി ആ വലിയ വിശ്വാസത്തിൽ നിന്നും അവിടുത്തെ ആ വലിയ കരുതൽ അനുഭവിക്കുന്ന അബ്രാഹവും. അതുപോലെ ഒന്നും പറയാതെ മുഴുവനായിട്ട് ആ സ്നേഹത്തിൻ്റെ അനുഭവം ഹേനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ സമ്മാനങ്ങളാണെങ്കിൽ നമുക്ക് ഈ കുർബാനയുടെ അവസരത്തിൽ തീവ്രമായിട്ട് പ്രാർത്ഥിക്കാം. എന്തിനാണ് ഈ കുർബാന? ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിലെ ഒരു സാബത്ത്, ഒരു ഞായറാഴ്ച ആചരണമൊക്കെ തീവ്രമായ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നതിന് സഭ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ സംവിധാനമാണ്. ദാമ്പത്യബന്ധത്തിൽ പോലും എല്ലാ നിമിഷവും സ്നേഹത്തിൻ്റെ അമൂർത്ത നിമിഷങ്ങളല്ലല്ലോ, സ്നേഹത്തിൻ്റെ തീവ്രമായ നിമിഷങ്ങളുണ്ട്. സന്യാസ ജീവിതത്തിലും എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ദൈവത്തെ തികഞ്ഞ സ്നേഹത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ കണ്ടുമുട്ടുന്ന, ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ആ അനുഭവമാണ് കുർബാനയുടെ സമയം. പ്രത്യേകിച്ച് റാസക്കുർബാനയിൽ അതിനുവേണ്ടിയാണ് സാഷ്ടാംഗ പ്രണാമ ശുശ്രൂഷയിലേക്ക് നാം ഇപ്പോൾ ഉടനെ കടക്കും. ആ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കുകയാണ്. പഴയ പ്രാർത്ഥനയുടെ, ബൈബിളിലെ പ്രാർത്ഥനയിൽ സമ്പൂർണ്ണമായി ആ നിലത്ത് വീണ് കിടന്ന് ഈശോയെ എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്ന ആ വലിയ ആ തീവ്രത